നെട്ടൂരാണ്ടോ? സലാം മുതലാളി. എന്തല്ല മുതലാളി? സുഖം തന്നെ. സായിപ്പേ, താൻ കസ്റ്റഡിയെ വെച്ചിരിക്കുന്ന ആളെ ഇറക്കി വിട്. കസ്റ്റഡിയോ? എന്ത് കസ്റ്റഡി? മാധവൻ എന്നൊരാളെ താൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അയാൾ എനിക്ക് കൊണ്ടുപോകണം. മാധവനോ? വെളച്ചിലെടുക്കാതെ സായിപ്പേ, അവനെ ഇങ്ങോട്ട് ഇറക്കി വിട്. വെളച്ചിലോ? മുതലാളി പോ, ഇത് തുറയാണ്. മുതലാളിത്തം ഇവിടെ ചെലവാകില്ല. വാടാ. ഭാസേ, സായിപ്പേ, മാധവനെ ഇറക്കി വിട്. കണ്ണ മുതലാളി, കൊടുത്ത കാശിന് കൂറുള്ളവന് സായിപ്പ്. നീ തന്നെ പറ മാധവനെ ഇറക്കി വിടാൻ. മാധവ, ഇറങ്ങി വാ. നിന്നെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. ഭാസി, സാഹിബേ, തുറയിലെ കളി നീ എന്നെ പഠിപ്പിക്കില്ലേ? നിനക്കറിയാൻ പാടില്ലാത്ത കളി ഞാൻ നിന്നെ പഠിപ്പിക്കുമേ. ആ, പയ്യ നെട്ടൂരാനെ, എത്ര നാൾ ഈ രാഷ്ട്രീയ പുതപ്പിൽ എനിക്ക് ഞാനല്ലാതെ കഴിയാൻ പറ്റും? ഒരു മനുഷ്യനല്ലേടോ ഞാൻ. ഡി.കെ., തന്റെ യുദ്ധക്കളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി മരിക്കുന്നത് താൻ തന്നെ. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. തനിക്കും സേതുവിനും ഇനി ഒരുമിച്ച് കഴിഞ്ഞൂടെ? എന്തോന്ന് വിട്ടുവീഴ്ച? ഞാൻ എന്ത് ചെയ്യണമെന്നാ താൻ പറയുന്നത്? എന്റെ ഭാര്യയെ സേതുന്ന് വിളിച്ചപ്പോ എന്തോന്ന് വിളി കേൾക്കുന്നതിനു പകരം മിനിസ്റ്റർ സേതുലക്ഷ്മി എന്നോ സഖാവ് സേതുലക്ഷ്മി എന്നോ വിളിക്കണമെന്ന അഹങ്കാരമാണ് അവൾ എന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞത്. അത് പറയരുത്. ഒരു കമ്മിറ്റി കൂടുമ്പോഴത്. താനൊരു കാര്യം മനസ്സിലാക്കണം ഡി.കെ., താനും സേതുലക്ഷ്മിയും പാർട്ടിയിലെ 2 സീനിയർ സഹാക്കളാണ്. പാർട്ടി എടുത്തു തന്ന മാലയിട്ടാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവുമായത്. അതെ, പാർട്ടി എടുത്തു തന്നേ ഉള്ളൂ. മാലയിട്ട് സ്വീകരിച്ചത് ഞാനാ. പൂമാലയിട്ട് സ്വീകരിച്ചതിന്റെ പേരിൽ പൂക്കടക്കാരന്റെ സ്വന്തം ആവോടോ ഭാര്യ? എന്റെ ഭാര്യ ആയിരിക്കണം.
താൻ ഭാഗ്യവാനാടോ. ഈ വീട്ടിൽ അന്നമ്മൂന്ന് വിളിക്കുമ്പോ വിളി കേൾക്കാൻ ഒരു ഭാര്യയും മടിയിലിരുത്തി കൊഞ്ചിക്കാൻ ഒരു മകനുമുണ്ട്. എനിക്കും ഉണ്ടൊരു ഭാര്യ, എന്നേക്കാൾ വലിയ ഭാര്യ. മോനുണ്ട്. അവന്റെ അപ്പനായി അവനെ കൊഞ്ചിക്കാൻ എനിക്ക് കഴിയുന്നില്ലടോ. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ് ഡി കെ. എന്നെ സ്നേഹിക്കാൻ ഒരു ഭാര്യയും എനിക്ക് താലോലിക്കാൻ ഒരു കുഞ്ഞും ഈ വീട്ടിലുണ്ട്. അവർക്ക് കഴിയാൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശും. പക്ഷെ എന്റെ ദുഃഖം തനിക്കറിയാമോ ഡി കെ? എന്റെ അന്നമ്മയെ സ്നേഹിക്കുന്ന പോലെ ഞാൻ എന്റെ പാർട്ടിയെ സ്നേഹിച്ചു. എന്റെ കുഞ്ഞിനെ താലോലിക്കുന്ന പോലെ പാർട്ടി ദർശനങ്ങളെ പട്ടിണിയിലും ഞാൻ താലോലിച്ചു. ഇന്നിപ്പം നെട്ടൂരാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, വെറും ബൂർഷ മുതലാളി, പാർട്ടിയെ സ്വാധീനിച്ച് കള്ളക്കാശുണ്ടാക്കിയ മുതലാളി. ഡി കെ, തനിക്ക് പറയാൻ പറ്റുമോ തന്റെ പേര് ഉപയോഗിച്ച് തന്നെ സ്വാധീനിച്ച് ഞാൻ ഒരൊറ്റ രൂപ ഉണ്ടാക്കിയെന്ന്? താനും കൂടെ പറഞ്ഞിട്ടല്ലേ പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ ബിസിനസ് ചെയ്യാൻ പോയത്? എന്റെ അന്നമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ കാശില്ലാതെ റോഡിൽ നിന്ന് കരഞ്ഞ മനസ്സുമായി ഞാൻ ചവിട്ടിയ സൈക്കിളാണടോ എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഈ വീടും ഞാനും എന്റെ ജോലിക്കാരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് വലുതാക്കിയ ഒരു പ്രസ്ഥാനവും. എന്റെ ജോലിക്കാർ നല്ല ശമ്പളം വാങ്ങുന്നു, നല്ല ആഹാരം കഴിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു. അവരുടെ ആത്മാർത്ഥയിൽ ഈ പ്രസ്ഥാനം വലുതായി പോയത് തെറ്റാണെന്നാണോ പാർട്ടി പറയുന്നത്? പാർട്ടി അല്ലല്ലോ നെട്ടൂരാനെ പറയുന്നത്, പാർട്ടിക്കാരല്ലേ. പാർട്ടിക്കാർ തന്നെ തള്ളിപ്പറഞ്ഞ നിമിഷം തൊട്ട് അറിയാതെയെങ്കിലും മനസ്സുകൊണ്ട് പാർട്ടിയിൽ ഞാനൊരു ഒറ്റയാനായി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. തന്നെ വീട്ടുകാര് വിട്ടപ്പോ എന്നെ പാർട്ടിക്കാര് വിട്ടു. ഇറങ്ങട്ടോ. നാളെ രാവിലെ ഒരു കല്ലിടിയിലുണ്ട് ആലുവായിൽ. മിനിസ്റ്റർ സേതുലക്ഷ്മിയും ടൂറില. അവർ നീലേശ്വരത്ത് പോലീസ് സ്റ്റേഷന് കല്ലിടുന്നു. ഭർത്താവ് മുനിസിപ്പൽ മാർക്കറ്റിലും. കുടുംബത്തിന് അടിത്തറയില്ലാത്തവർ എവിടെ കല്ലിട്ടിട്ട് എന്ത് കാര്യമാണോ? ഹലോ തമ്പി, ഞാൻ എന്താ സാർ? മിനിസ്റ്ററുടെ വണ്ടി ആക്സിഡന്റ് ആയി. അയ്യോ, ഇപ്പോഴാണ് എനിക്ക് മെസ്സേജ് കിട്ടിയത്. കളമശ്ശേരിക്ക് അപ്പുറം മിനിസ്റ്റർ പോലും സീരിയസ് ആണ്. മിനിസ്റ്ററെ കൊണ്ട് ആംബുലൻസ് അവിടെ തിരിച്ചു കഴിഞ്ഞു. തമ്പി ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ പോയി വേണ്ട ഏർപ്പാട് ചെയ്യണം. ഞാൻ ഉടനെ എത്തും. യെസ് സർ. മിസ്റ്റർ നെട്ടൂരാനെ അകത്ത് വിളിക്കുന്നു. ഇരിക്കെ. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മിനിസ്റ്റർ സേതു എത്താൻ സമയം കഴിഞ്ഞല്ലോ തമ്പി. പുറപ്പെട്ടിട്ടുണ്ട് സാർ. ഭയങ്കര വേദനയുണ്ടോ? കണ്ണടച്ച അങ്ങേരിട്ടിലോട്ട് പോവാൻ തോന്നും. ഓ, കുടിക്കാൻ എന്തെങ്കിലും തരട്ടെ? വേണ്ട. ഇന്നലെ നമ്മൾ ഒരുപാട് സംസാരിച്ചു ഇല്ലേ? അതിന്റെ ഒരു ആശ്വാസമുണ്ട് എനിക്ക്. ഇവിടെ ഇങ്ങനെ മലന്ന് കിടന്ന് മുകളിലോട്ട് നോക്കുമ്പോ എനിക്ക് താൻ മാത്രമേ ഉള്ളൂ നെട്ടൂരാനെ. ഡി കെ, മിനിസ്റ്റർ സേതു ആണോ സഖാവ് സേതു ആണോ?
സ്നേഹിച്ചതുപോലെ നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ സേതു. അങ്ങനൊന്നും എന്നോട് പറയരുത്. എന്നോട് ക്ഷമിക്കണേ. ഞാൻ ഇനി ചേട്ടനെ വിട്ട് ഒരിടത്തും പോവില്ല, ഒരിടത്തും പോവില്ല. ഞാൻ ആഗ്രഹിച്ചപ്പോഴൊന്നും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഈ മുറിയിൽ എന്റെ ഈ അവസ്ഥയിൽ നിന്നെ കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്നോട് അങ്ങനൊന്നും പറയരുത്. മാഡം, മാഡം പ്ലീസ്. എന്താ? പൊയ്ക്കോളാൻ പറഞ്ഞു എന്നോട്. ഞാൻ കൂടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. സാരമില്ല സേതു, പിണക്കം കാണിക്കുകയാണ്. സേതുവിന് അയാളുടെ സ്വഭാവം അറിയില്ലേ? അന്നമ്മേ, വിളിച്ചോണ്ടോ. സാറിനെ വിളിക്കുന്നു. എന്താ ടി കെ? സേതു പോയോ? ഇല്ല, പുറത്തുണ്ട്. എനിക്ക് അവനെ ഒന്ന് കാണണോടോ. ആരെ? എനിക്ക് അവനെ ഒന്ന് കാണണോടോ. സ്റ്റെല്ല. വേണ്ട. മോനെ അടുത്തോട്ടല്ലേ? എന്താ മോനെ? മോന്റെ പരീക്ഷ കഴിഞ്ഞോ? മോന് എന്നെ അറിയാമോ? ആരാ? പറയടാ. ഞാൻ നിന്റെ അപ്പച്ചനാടാ. അപ്പച്ചനോട് മോൻ എന്തെങ്കിലും സംസാരിക്കേ. എനിക്ക് എന്റെ വീട്ടിൽ പോണം. നെട്ടൂരാനെ, കുറച്ച് രൂപ വേണം. മോനെ ഇഷ്ടമുള്ളത് വാങ്ങിച്ചു. വാങ്ങിക്കും മോനെ. നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങിക്കണം മോൻ. അവനെ കൊണ്ട് വിട്ടേരുന്നിട്ടുരാനെ.